സ്വർഗത്തിലേക്ക് കർത്താവ് സഹായിച്ചവരെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രിയ പാസ്റ്റർ റൂഫസ് അവർക്ക് ദൈവം 2 മക്കളെ നൽകി. മകൻ പാസ്റ്റർ ഡെഫിൻ അവർ വിവാഹിതനാകുവാനും ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവം കൊടുത്തനാൽ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. പാസ്റ്റർ ജോമണി അവർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ അമഹനീയമായ കർത്താവേ സ്തോത്രം സ്തോത്രം. നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. സ്വർഗപിതാവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചതായ സമയം മുതൽ പരിശുദ്ധനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുന്നു. ദൈവം എത്രത്തോളം അവിടെ അനുഗ്രഹിച്ചതായ വലിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ദൈവമക്കൾ നമ്മുടെ കരങ്ങളിൽ കർത്താവ് വിശ്വസിക്കാമോ? എല്ലാവർക്കും വലിയ സന്തോഷം ഇല്ലാന്ന് തോന്നുന്നു. സന്തോഷത്തോടെ കർത്താവിന്റെ പൊതുനാമം വാഴ്ത്തപ്പെടട്ടെ. സന്തോഷമേറിയ വാസ്തവത്തിൽ ഇത് വലിയ സന്തോഷമുള്ള ഒരു മീറ്റിംഗാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഒരു മിനിറ്റ് പറയും. ഓക്കെ, തുടർന്ന് ഈ കുഞ്ഞിന്റെ പിതാവും ഈ സഭയിലെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ ഡർഫിൻ മുൻപോട്ട് വന്ന് ഒരു സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി പ്രിയ കർത്തദാസനെ ക്ഷണിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. 2018 ആണ്ട് ജനുവരി മാസം 3-ാം തീയതി ഞങ്ങളുടെ വിവാഹം നടക്കുകയും തുടർന്ന് ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ദൈവം ഞങ്ങൾക്ക് ഒരു പൈതലിന്റെ ദാനം ചെയ്യുകയും ചെയ്തു. എൻ്റെ ഭാര്യ ഗ്രേസ് കൺസീവായിരിക്കുന്ന സമയത്ത് താൻ കോളേജിലായിരുന്നു. വളരെയധികം മാനസികമായിട്ടൊക്കെ വളരെ വേദനിക്കുന്ന നിമിഷങ്ങളായിരുന്നു. എങ്കിലും ദൈവം ആ സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് എല്ലാ വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ കർത്താവ് ദാനം ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ഫലമാണ് ദൈവം ചെയ്തത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒന്നാമതായിട്ട് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്ന ദൈവത്തെയാണ്. അനാധാരമായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി പോകുന്ന ഹല്ലേലൂയ പറയാം. അടുത്തതായിട്ട് സ്വാഗതം ചെയ്തത് വേദിയിലായിരിക്കുന്ന അധ്യക്ഷനാണ്. നമ്മുടെ ആറയൂർ സഭയുടെ ശുശ്രൂഷകരും കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ശുശ്രൂഷയിലും ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വളരെ പ്രാർത്ഥനയും ആശ്വാസം പകർന്ന ഒരു കർത്താവിന്റെ ദാസൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം കേരള JSC സഭകളുടെ വിവിധ ശുശ്രൂഷകന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ പ്രമോദ് അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. പാസ്റ്റർ അനിൽകുമാർ അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. പാസ്റ്റർ ജോൺ വെസ്ലി അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. പാസ്റ്റർ സന്തോഷ് അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. എൻ്റെ അങ്കിള് പാസ്റ്റർ ജവമണി അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. എൻ്റെ വലിയച്ഛൻ പാസ്റ്റർ സുമിലൻ അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. പാസ്റ്റർ ഷാജി അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ പാസ്റ്റർ ഷിബു അവർക്ക് സ്വാഗതം അറിയിക്കുന്നു. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബ്രദർ ജോസ്ബിൻ, ബ്രദർ ജോബിൻ എന്നിവരെ സ്തോത്രം ചെയ്യുന്നവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ആശംസ പറയുവാൻ പാസ്റ്റർ രാജു അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന് മഹത്വം. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനെന്ന് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. കാരണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മ ചെയ്തിരിക്കുകയാൽ കർത്താവിനെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാനൊരു പാട്ട് പാടും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. 1992 എൻ്റെ വിവാഹം നടന്നത്. 93 തന്നെ എനിക്ക് ഗ്രേസിനെ കിട്ടി. 96 ആയപ്പോഴത്തേക്ക് എനിക്കൊരു മോനെ കൂടെ കിട്ടി, അലക്സിനെ കിട്ടി. 2018 ആയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരു മോനെ കൂടെ കിട്ടി. എൻ്റെ മോക്കൊരു കുടുംബജീവിതം ദൈവം നൽകി. ആ നിലയിലെല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാൻ ആശംസിക്കുന്നൊന്നും പറഞ്ഞ് അധിക സമയം ദീർഘിപ്പിക്കുന്നില്ല. 45-ാം സങ്കീർത്തനം സാധാരണ വിവാഹവേദിയിൽ വായിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ അവസാന 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും, സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാകും.
ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്ന് നിന്നയിക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് 16-ാം വാക്യത്തിൽ നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. ആ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മക്കൾ നമ്മുടെ അപ്പന് പകരം ഇരിക്കും എന്നാണ് ആ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിതാക്കന്മാർക്ക് പകരം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം, പിതാക്കന്മാരോടൊപ്പം പിതാക്കന്മാരെക്കാൾ ഉന്നതമായ നിലകളിൽ നമ്മുടെ തലമുറകളെ എത്തിക്കുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഉയർത്തുന്നതുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം വിശുദ്ധ തലമുറകൾ ഉണ്ടാകണം. അങ്ങനെ സന്താനവൃത്തിയുള്ളവരായി പെരുകി ഭൂമിയിൽ സകലത്തിന്മേലും വാഴുവാൻ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് ദൈവം സൃഷ്ടിച്ച ആദ്യ മാതാപിതാക്കൾക്ക് തന്റെ ദൈവം വാഗ്ദത്തമായി ആശീർവാദ വചനമായി ആ വചനം നൽകുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നയോളം കുടുംബത്തെ സ്ഥാപിച്ച ദൈവം തലമുറകൾ നൽകി. ദൈവജനത്തിന് തലമുറകൾ ലഭിക്കുമ്പോൾ അത് വളരെ അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ദൈവിക പദ്ധതികൾ നിറവേറുന്നത് ദൈവജനത്തിലൂടെയാണ്. ദൈവജനത്തിന്റെ തലമുറകളിലൂടെയാണ് ദൈവിക പദ്ധതികൾ നിവർത്തിയാകുന്നത്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ചിന്തിച്ചു, ഈ വേല ആരംഭിച്ചത് പ്രിയ റോബസ് മാസ്റ്ററുടെ പപ്പയാണ്. അദ്ദേഹം ദൈവവേലയിലായിരുന്നു. മകൻ ദൈവവേലയിലായിരിക്കുന്നു. ചെറുമകൻ ദൈവവേലയിലായിരിക്കുന്നു. ഈ വചനപ്രകാരം അടുത്ത തലമുറയെയും ദൈവം അനുഗ്രഹിച്ച് ദേശത്ത് അത്ഭുത വിഷയമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവം തലമുറയായി നമ്മുടെ സങ്കേതമാണ്. ഇവിടെയും പറയുന്നു, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും എല്ലാ കാലത്തും എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കുന്നവനാണ് നമ്മുടെ ദൈവം. നാം ഈ തലമുറയിലാണ് വന്നെത്തിയിരിക്കുന്നത്. ഇനി അടുത്ത തലമുറകളുണ്ട്, വരാനിരിക്കുന്ന തലമുറകളുണ്ട്. എല്ലാ തലമുറകളിലും ഓർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി ദൈവം നമുക്ക് ദാനമായി നൽകിയ, കർത്താവിന്റെ വേല ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്നുള്ള ആശംസ വാക്കുകളോടുകൂടെ ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഇത് വലിയ സന്തോഷത്തിന്റെ ഒരു സമയമാണ്. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്ററുകളും അവരുടെ കുടുംബത്തിനും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ പാസ്റ്റർ ഡർഫിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിച്ച് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നിരിക്കാം. 128-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. നോഹയുടെ കാലത്തിൽ ജലപ്രളയമുണ്ടായി. വെള്ളം വറ്റുന്ന സമയത്ത് നോഹ പെട്ടകത്തിൽ നിന്നും ഒരു പ്രാവിനെ പുറത്തുവിട്ടു. അത് ചെന്ന് എല്ലായിടത്തും ചുറ്റിക്കറങ്ങി ഭൂതലത്തിൽ എങ്ങും കാലുവയ്പാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ആ പ്രാവ് തിരികെ പെട്ടകത്തിലേക്ക് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ നോഹ വീണ്ടും ആ പ്രാവിനെ പറഞ്ഞയച്ചു. അത് പോയിട്ട് വന്നപ്പോ അതിന്റെ വായിൽ ഒരു ഒലിവല കണ്ടു. നമ്മുടെ സമൂഹത്തിൽ എത്ര അനാചാരകത്വം വർദ്ധിച്ചാലും, എത്ര പാപം വർദ്ധിച്ചാലും, എത്ര കൊള്ളരുതായ്മ വർദ്ധിച്ചാലും നമ്മുടെ തലമുറകൾ അതിന്റെ നടുവിൽ ഒരു ഒലിവ് തൈ പോലെ നിൽക്കട്ടെ. സ്തോത്രം. ഈ വളർന്നു വരുന്ന ഈ വാത്സല്യ കുഞ്ഞ് ഒരു ഒലിവ് തൈ പോലെ വളർന്ന് മാതാപിതാക്കൾക്കും ഇരുകൂട്ടരുടെയും കുടുംബത്തിനും സഭയ്ക്കും ഒരു വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും ഇരുന്നുകൊള്ളുന്നു. ഇപ്പോൾ നമ്മുടെ കേരള സെക്ഷനിലെ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ബാലജന സഖ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സന്തോഷം മുൻപോട്ട് വന്ന് ചുരുക്കമായിട്ടൊരു ആശംസ പറയും. അതിനുശേഷം യൂത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ജോൺ വെസ്ലി പാസ്റ്റർ, പിന്നെ നമ്മുടെ സ്ത്രീജന സഖ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ കൂടെ ഒരു ആശംസ പറയും.
ദൈവനാമത്തെ പെടുമാറാകട്ടെ. പ്രത്യേകിച്ചും ഡെൽഫിനോടും ഗ്രേസിനോടും പ്രത്യേകം നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഈ ബാലജന സഖ്യത്തിലെ ഒരു അംഗത്തെ കൊടുത്തുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പുസ്തകത്തിൽ വായിച്ചു ഒലിവിന്റെ പ്രത്യേകതയെക്കുറിച്ച്. ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രത്യേകത ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് അതിന്റെ തൈകൾ എന്ത് ചെയ്യും? മുളച്ചു വരും. അപ്പോൾ ഈ വളർന്നു വരുന്ന അല്ലെങ്കിൽ മുതിർന്ന ഒലിവ് വളരെ നാൾ കഴിഞ്ഞ ശേഷം അതിന്റെ പ്രായാധിക്യം കൊണ്ട് അത് താഴേക്ക് ഇങ്ങനെ ചായുവാനിടയായി തീരുവത്ര. അത് ചായുന്ന സമയത്ത് ഇതിന്റെ ചുവട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒലിവ് തൈ ഈ ചാഞ്ഞു വരുന്ന ഒലിവിനെ എന്ത് ചെയ്യും? താങ്ങാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ചിന്ത പറയുന്നത് മക്കൾ മാതാപിതാക്കൾക്ക് ഒരു താങ്ങായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറകൾ പലപ്പോഴും മക്കൾ മാതാപിതാക്കളെ വെച്ച് താങ്ങാറുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുന്നത് ആ താങ്ങല്ല. നമ്മുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമുക്കൊരു താങ്ങായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡെൽഫിനെ, ഗ്രേസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് കൊടുത്ത തലമുറയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും മാതാപിതാക്കളുടെ ദർശനം മക്കൾക്ക് ഇല്ലാതെ പോകുമ്പോൾ അവർക്ക് കൊടുത്ത ദർശനം പ്രിയ കുഞ്ഞിന് കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യും. വേദപുസ്തകത്തിൽ 2 വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. 127 സങ്കീർത്തനം 4 വാക്യം: വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിന്റെ മക്കൾ. എന്ന് വെച്ചാൽ അമ്പിന് പോകാൻ പറ്റാത്തടത്ത് വില്ലിന് പോകാൻ പറ്റും. അമ്പ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അമ്പ് എഴുതി വിട്ടാല് വില്ല് എത്തേണ്ട സ്ഥാനത്ത് എത്തുവാനിടയായിരുന്നു. അതുപോലെയാണ് നമ്മുടെ മക്കൾ. എല്ലാ മാതാപിതാക്കന്മാർ ആഗ്രഹിക്കുന്നതാണ് എന്നേക്കാൾ ഉപരി എന്റെ മക്കൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും റൂബസ് പാസ്റ്ററേക്കാൾ, ഡെൽഫിനേക്കാൾ, രാജു പാസ്റ്ററേക്കാളും ഒക്കെ മിടുക്കാനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ല കരുത്തനായ ഒരു സുവിശേഷത്തിന്റെ വക്താവായി രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും സമൂഹങ്ങൾക്കും കർത്താവിന്റെ വേലയ്ക്കും ചരിത്രം അറിയപ്പെടുന്ന ഒരു നല്ല പ്രസിദ്ധനായ ഒരു സുവിശേഷ വേലക്കാരനായി പ്രിയ പൈതനെ കർത്താവ് ആക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കേരള സെക്ഷൻ OIDMന്റെ എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയ ദേവദാസിന്റെ കുടുംബത്തിൽ ദൈവം നൽകിയ പൈതലിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പൈതലിനെ ദൈവം നൽകിയതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണല്ലോ കടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിലെ പ്രവാചകൻ യെശയ്യാവ് പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അപ്രകാരം തന്നെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട നല്ലൊരു പൈതലായി വളരുവാൻ ദൈവം അവനെ സഹായിക്കട്ടെ. ഞങ്ങളുടെ സ്ത്രീധന സഖ്യത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും എല്ലാ ആശംസകളും അറിയിക്കുന്നു. സഭയുടെ കേരള സെക്ഷനിലെ വാർദ്ധക്യ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ആശംസ പറയുവാൻ നമ്മുടെ ടൈറ്റസ് പാസ് അവരെ ക്ഷണിച്ചു. ഇങ്ങനൊരു യോഗം വളരെ അനുഗ്രഹീതമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. അടിയന് പങ്കെടുപ്പാനൊക്കെ കർത്താവ് സഹായിച്ചതിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവമായും തലമുറകളെ കാണുക എന്നുള്ളത് വളരെ സന്തോഷമായ ഒരു കാര്യമാണ്. ഇന്ന് തലമുറകൾ വേണ്ട എന്ന് പറയുന്ന ഒരു തലമുറയുടെ കാലത്ത് തലമുറകളെ കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു തരുന്നു എന്ന കാര്യം നമ്മൾ മറക്കേണ്ട. നൽകിയിരിക്കുന്ന ആ തലമുറകളെ കർത്താവ് ദൈവഹിതപ്രകാരം വളർത്തി, ദൈവഭയത്തോടെ വളർത്തി, ഇന്നും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നാം പ്രാർത്ഥിക്കുവാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നതോടൊപ്പം ഇപ്പോൾ മുഖാന്തരമായിരിക്കുന്ന ആ പൈതലിനെ, കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശംസിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ ഉണ്ടാകട്ടെ. നമ്മുടെ കേരള സെക്ടറിലുള്ള വാർദ്ധക്യ സംഘത്തെ പ്രതികരിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വാർദ്ധക്യത്തിലുള്ള എല്ലാവരും ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നരയ്ക്കാത്തവരാണ് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം. ഏറ്റവും കൂടുതൽ സന്താനം ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി പ്രത്യേകാൽ എന്ന് ഞാനത് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പഠനത്തിൽ കുറച്ച് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ കുറഞ്ഞു? സഭകൾ പെരുകി,
പാസ്റ്റേഴ്സ് വരികയും എങ്ങനെ കുറഞ്ഞു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്കും എണ്ണത്തിൽ കുറവായപ്പോൾ, മൊത്തത്തിൽ എണ്ണിയപ്പോൾ ശതമാനം പറയാൻ കുറഞ്ഞു. ആരെയും കുറ്റം പറയേണ്ട, നാം തന്നെ ഒന്ന് അതിലും മാനസാന്തരപ്പെടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തുടർന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ കേരള സെക്ഷന്റെ സെൻട്രൽ പാസ്സായിരിക്കുന്ന പാസ്റ്റർ റൂഫസ് അവരുകളെ ക്ഷണിക്കുന്നു. ഇവിടെ കരങ്ങളെ തട്ടി കർത്തൃദാസൻ നല്ല ഈ സമയത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ മകൻ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു സ്തോത്രാരാധന ക്രമീകരിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഇത് ക്രമീകരിച്ചത്. അതിനോടൊപ്പം പ്രതിഷ്ഠ നടത്തിയാൽ നല്ലത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. അപ്പോൾ തന്നെ ഈ രണ്ട് കുടുംബത്തിലെ എല്ലാം പാസ്റ്റർമാരായതുകൊണ്ട് ഒരു ഞായറാഴ്ച കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു മാസമായിട്ട് എല്ലാ ദിവസങ്ങളിലും യോഗം നടന്നു വരികയാണ്. ഈ ദിവസം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഈ കൂട്ടായ്മയെ ഇങ്ങനെ പ്രതിഷ്ഠയ്ക്കായിട്ട് ക്രമീകരിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് ബന്ധുക്കളെ അറിയിച്ചത്, സഭയിൽ അറിയിച്ചത്, പ്രാർത്ഥിച്ചത്. കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ദേവദാസന്മാർക്കും ബന്ധുക്കൾക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് ഞങ്ങളുടെ സംഘടനയിൽ പ്രധാനപ്പെട്ട ഒരാളെ വിളിക്കണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ തന്നെ ആവർത്തിച്ച് പറഞ്ഞു, പപ്പ അവിടെ ആരെയും വിളിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് മുതിരുവാനായിട്ട് ഇടയായത്. ഈ ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളോടുള്ള അറിയിപ്പും അപേക്ഷയും ഇത് ഒരു സെലിബ്രേഷനായിട്ടല്ല, ഇത് ഒരു ദൈവകൃപയ്ക്കായുള്ള ഒരു പ്രാർത്ഥനയാണ്. ആമേൻ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും സഹകരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ 13, 14, 15 വാക്യങ്ങൾ പാസ്റ്റർ ഷാജി അവർ വായിക്കും. അപ്പോൾ ശുശ്രൂഷിക്കേണ്ട കുഞ്ഞുമായി മാതാപിതാക്കൾ മുന്നോട്ട് കടന്നു വരേണ്ടതാണ്. അവൻ തൊടേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. പാപത്തിന്റെ കാരണത്താൽ ഈ ഭൂമി സാത്താന്റെ അധീനതയിലായി. ആരും പ്രബോധിപ്പിക്കാതെയും പഠിപ്പിക്കാതെയും തന്നെ ഇന്നത്തെ തലമുറ പാപത്തിലേക്കും പാപത്തിന്റെ കാരണമായ ശാപത്തിലേക്കും മക്കൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ തനിയെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിലെ പാപത്തിലും അന്ധകാരത്തിലും സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിൽ നമ്മുടെ മക്കൾ അടിമപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ മക്കളെ കർത്താവിന് നമ്മൾ നിവേദിക്കുകയാണ്. 84-ാം സങ്കീർത്തനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കുരുകിൽ ഒരു വീടും മീവൽ പക്ഷിയും തന്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എവിടെ? നമ്മുടെ രാജാവിന്റെ ദൈവത്തിന്റെ യാഗപീഠങ്ങളിൽ തന്നെ. നമ്മൾ നമ്മുടെ മക്കളെ കർത്താവിന് വേണ്ടി വളർത്തണം. നമ്മുടെ മക്കളെ നമ്മൾ കർത്താവിന് വേണ്ടി വളർത്തുമ്പോൾ അവർ ദൈവത്തിന് മാത്രമല്ല നമുക്കും അനുഗ്രഹീതരായിട്ട് മാറും. 10-ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു മകൻ പെട്ടെന്ന് പേപ്പർ വലിച്ചു കീറി എറിഞ്ഞിട്ട് ഇറങ്ങി ഓടി. എല്ലാവരും കൂടെ ഓടിച്ചെന്ന് അവനെ പിടിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി. അവന് പെട്ടെന്ന് ഒരു ബുദ്ധിക്ക് ഭ്രമമുണ്ടായിട്ടാണ് അവൻ ഓടിയത്. ആ മകന്റെ അപ്പൻ വർഷങ്ങൾ
തനിക്ക് അറിയാവുന്ന പല സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്കും മന്ത്രവാദത്തിനും ഒക്കെ കൊണ്ടുപോയി. എന്തായാലും അവസാനം അവർ കുടുംബം രക്ഷിക്കപ്പെടുവാനും ആ മകന് വിടുതലുണ്ടാകുവാനും കർത്താവ് ഇടവരുത്തി. ആ അപ്പൻ എന്നോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മകനെ എനിക്ക് കിട്ടുകയില്ലായിരുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബങ്ങളാണ്. മക്കൾ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങൾ സുരക്ഷിതമായ കുടുംബങ്ങളാണ്. പലവിധമായ രോഗങ്ങൾ, ശത്രുവിന്റെ ഭീഷണികൾ, പല ദോഷങ്ങൾ ഈ ലോകത്തിലുണ്ട്. പക്ഷെ അവകളിലെല്ലാം വിടുവിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കാക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഈ കുഞ്ഞിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ തലകളും ഉണക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങളടിച്ച് കുഞ്ഞിനായിട്ട് സ്തോത്രം നൽകാം. നിന്നെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യ അനുഗ്രഹം ഈ പൈതന്റെ മേൽ വെളിപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ അവകാശങ്ങളല്ല, സ്വർഗീയമായ അവകാശങ്ങളാൽ ഈ പൈതൽ നിറയപ്പെടുവാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ, നമ്മുടെ ദിവ്യ കൃപ തന്റെ മക്കളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ. മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഈ മാതാപിതാക്കളുടെ മേൽ വെളിപ്പെടുമാറാകുമ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, ദൈവികമായ ജ്ഞാനം ഉണ്ടാകട്ടെ, ദൈവികമായ വെളിച്ചം ഉണ്ടാകട്ടെ, ദൈവികമായ വചനത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രിയ സാർവം പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ തിരുസ്ഥനിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, പ്രിയ പൈതലിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ പൈതലിനെ കർത്താവിന് ദാനമായി നൽകിയല്ലോ. പ്രിയ പൈതലിനെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്നാൽ ചെയ്ത ആത്മനാഥനായ കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രിയ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പൈതലായി വളർന്നു വരുവാൻ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയും കൊണ്ട് ദൈവോചന പ്രകാരം നയിക്കുമാറെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ട് സ്തുതിക്കുന്നു, മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ വലിയ നാമത്തിൽ പിതാവേ, ആമേൻ. ആരോൺ റെക്സ് ജിംബാസ്, യഹോവ നിന്നെ കാക്കുമാറാകട്ടെ, തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും ജ്ഞാനത്തിലും ദൈവികമായ വാഗ്ദത്ത അനുഗ്രഹങ്ങളും നീ വളർന്ന് വർത്തിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും ഇപ്പോഴും ദൈവോധന ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ ബാബു അവരെ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങൾ ജ്ഞാനമുള്ളവരായി തീരണമെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന മാതാപിതാക്കൾ തന്നെയായിരിക്കണം. സ്തോത്രം. ആത്മാവിൽ ആരാധിക്കുന്ന അതേ മാതാപിതാക്കളുടെ, ആത്മാവിൽ ജീവിക്കുന്നവരുടെ അതേ കുഞ്ഞുങ്ങൾ ജ്ഞാനമുള്ളവരായി തീരും.
അവർക്ക് ജ്ഞാനം വർദ്ധിച്ചു വരും. അവർ അതേ സ്തോത്രങ്ങളിലെ മറ്റുള്ളവരെക്കാൾ ജ്ഞാനിയായി അതേ സ്തോത്രം ജീവിപ്പാൻ പറ്റുന്നവിടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കുഞ്ഞിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരണമേ കർത്താവേ. സ്തോത്രം. കഴിഞ്ഞ നാളെല്ലാം മാതാവിന്റെ ഭവനത്തിലായിരുന്നു. ആ ഭവനം മാറി ഈ ഭവനത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞിന് ഏതൊരു വിധമാകുന്ന അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകാതെ കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിലും ജ്ഞാനത്തിലും ദൈവകൃപയിലും വളർന്നു വരട്ടെ കർത്താവേ. സ്തോത്രം. വേണ്ട ആരോഗ്യവും സുഖവും ബലവും ദൈവം കൊടുക്കണമേ. ഏതൊരു വിധമാകുന്ന ദോഷങ്ങളും ഏതൊരു വിധമാകുന്ന പ്രയാസങ്ങളും ശപിക്കപ്പെട്ട മണ്ഡലങ്ങളൊന്നും കുഞ്ഞിന് മേൽ ദൃഷ്ടി വയ്ക്കുവാൻ ദൈവം അനുവദിക്കരുതേ. രാത്രി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് തന്റെ വിശുദ്ധന്മാരും ദൈവമക്കളും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നു ആ കുഞ്ഞിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വാഗ്ദത്ത അനുഗ്രഹങ്ങളും നാം എല്ലാവരോടും എല്ലാ കുടുംബങ്ങളോടും പ്രത്യേകിച്ച് ഇന്ന് ദൈവസ്ഥനെ സമർപ്പിക്കേണ്ട പൈതലോടും കുടുംബത്തോടും ഇന്നും എന്നേക്കും ക്രിസ്തുവിന്റെ വരവോളം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവരുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമേൻ. നമുക്ക് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം.